ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഗ് ബേസ്ഡ് കൺകറൻസി കൺട്രോൾ മെക്കാനിസം ആണ്. സോ വീഡിയോയിലോട്ട് പോകാം. കൺകറൻസി കൺട്രോൾ ടെക്നിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈം, അതായത് ഒരു ഷെയർ ഡേറ്റയ്ക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാവുന്ന പ്രോബ്ലംസ്. എക്സാമ്പിൾ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം, ഡേർട്ടി റീഡ് പ്രോബ്ലം, ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം ആൻഡ് അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലം. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുമ്പം അതിനെ കൺട്രോൾ ചെയ്ത് ആസിഡ് പ്രോപ്പർട്ടി, അതായത് ട്രാൻസാക്ഷൻ്റെ ആസിഡ് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് കൺകറൻസി കൺട്രോളിങ് ടെക്നിക്സ്. ഓക്കെ, അതിന് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലോഗ് ബേസ്ഡ്, ദെൻ ടൈം സ്റ്റാമ്പ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലോഗ് ബേസ്ഡ് ആണ് നോക്കുന്നത്. സോ ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരു ഡേറ്റയിൽ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല അൺടിൽ ഇറ്റ് അക്വയർസ് ആൻ അപ്രോപ്രിയേറ്റ് ലോക്ക്. അതായത് ഒരു ലോക്ക് അച്ചീവ് ചെയ്യാതെ ഒരു ഡേറ്റ ഐറ്റത്തിൽ റീഡ് ഓപ്പറേഷനോ റൈറ്റ് ഓപ്പറേഷനോ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ലോക്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ബൈനറി ആൻഡ് ഷെയർഡ് ഓർ എക്സ്ക്ലൂസീവ്. ബൈനറി ലോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോക്കിന് ഒരു പെർട്ടിക്കുലർ ഡേറ്റ ഐറ്റത്തിൽ രണ്ട് സ്റ്റേറ്റേ ഉണ്ടാകത്തുള്ളൂ, ഐദർ ലോക്ക്ഡ് സ്റ്റേറ്റ് ഓർ അൺലോക്ക്ഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഷെയർഡ് ഓർ എക്സ്ക്ലൂസീവ് ലോക്കിൻ്റെ കാര്യം പറയാം. ഷെയർഡിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ലോക്ക്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഷെയർഡ് ലോക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷന് റീഡ് ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതായത് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ലോക്ക് ഷെയർഡ് ലോക്ക് ആവുന്നത്. സോ ആ ലോക്കിനെ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിന് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് റൈറ്റ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അത് എക്സ്ക്ലൂസീവ് മോഡിലായിരിക്കും ലോക്ക് ചെയ്തേക്കുന്നത്. അതായത് എക്സ്ക്ലൂസീവ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് മാത്രമായിരിക്കും ആ ഡേറ്റ ഐറ്റത്തിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം പറ്റത്തുള്ളൂ. എപ്പോൾ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി അതിനുശേഷം മാത്രം അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഷെയർഡിൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ലോക്ക് ആയിരിക്കും, അപ്പം ബാക്കിയുള്ള ട്രാൻസാക്ഷൻസുമായിട്ട് ആ ലോക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി ലോക്ക് പ്രോട്ടോക്കോൾസ് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഫേസ് ലോക്കിങ്, ടു ഫേസ് ലോക്കിങ്, സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്. ഫസ്റ്റ് വൺ സിംഗിൾ ഫേസ് ലോക്കിങ്. സിംഗിൾ ഫേസ് ലോക്കിങ്ങിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്യുക, ദെൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ എപ്പം കംപ്ലീറ്റ് ആവുന്നു, ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നു, അപ്പം ആ ലോക്കിനെ അൺലോക്ക് ചെയ്യുക. ഇതാണ് സിംഗിൾ ഫേസ്. ഇനി ടു ഫേസ് ലോക്കിംഗ് സ്കീം എന്തോന്ന് നോക്കാം. അപ്പം ടു ഫേസ് ലോക്കിംഗ് സ്കീമിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ലോക്കിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് പാർട്ടായിട്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ലോക്കുകളെല്ലാം അത് ആവശ്യമായിട്ടുള്ള റിക്വസ്റ്റ് ചെയ്ത എല്ലാ ലോക്സും അക്വയർ ചെയ്യുന്ന പാർട്ടാണ്. ആ പാർട്ടിനെ പറയുന്ന പേരാണ് ഗ്രോയിങ് ഫേസ് എന്ന്. അതായത് ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഏതൊക്കെ ഡേറ്റ ഐറ്റത്തിൽ ലോക്ക് വേണമെന്ന് വെച്ചാൽ ആ ലോക്കിനെ എല്ലാം അക്വയർ ചെയ്യുന്ന പാർട്ടാണ്, അതിനെയാണ് നമ്മൾ ഗ്രോയിങ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, അതായത് പുതിയ ലോക്കുകളൊന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, ആ ട്രാൻസാക്ഷൻ കയ്യിലുള്ള എല്ലാ ലോക്കിനെയും റിലീസ് ചെയ്യുന്ന പാർട്ട്, അതിനെയാണ് നമ്മൾ ഷ്രിങ്കിങ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ടു ഫേസ് ലോക്കിംഗ്. അതായത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പം ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യുന്ന സമയത്ത് ലോക്ക് അക്വയർ ചെയ്യുന്ന ഫേസ്, ദെൻ റിലീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് റിലീസിങ് ഫേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് ആണ്. സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫേസ് ലോക്കിംഗ് കണക്ക് തന്നെയാണ്. ഇനി സെക്കൻഡ് ഫേസിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലോക്സും അക്വയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നോർമലി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇഫ് അത് ആ ഒരു പെർട്ടിക്കുലർ
ലോക്ക് റിലീസ്, അതായത് കംപ്ലീഷൻ കഴിഞ്ഞതിന് ശേഷം, ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലോക്കിനെ റിലീസ് ചെയ്യില്ല. റിലീസ് ചെയ്യാതെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ലോക്ക് ഹോൾഡ് ചെയ്തിരിക്കും. എപ്പോഴാണ് കമ്മിറ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എപ്പോൾ കമ്മിറ്റ് ചെയ്യുന്നു, കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിനെ ആ ലോക്കിനെ അൺലോക്ക് ചെയ്യത്തുള്ളൂ. അതാണ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുന്നത്. സോ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് ഡസ് നോട്ട് റിലീസ് എ ലോക്ക് ആഫ്റ്റർ യൂസിങ് ഇറ്റ്. It holds all the locks until the commit point is achieved and releases all the locks at that time. കമ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും പെർട്ടിക്കുലർ ആയിട്ട് അതിനുള്ള എല്ലാ ലോക്സിനെയും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യുന്ന സമയത്ത് ലോക്കുകൾ വാങ്ങിക്കുന്നു, പക്ഷേ എപ്പോൾ കമ്മിറ്റ് ആവുന്നു, കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിനെ റിലീസ് ചെയ്യത്തുള്ളൂ. അതാണ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. ഓക്കെ, സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. First one, when an operation access an object within a transaction. Okay, if ആ ഒബ്ജക്റ്റ് ഓൾറെഡി ലോക്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും പെർഫോം ചെയ്യാം. ഇഫ് സപ്പോസ് കോൺഫ്ലിക്റ്റിംഗ് ലോക്ക് ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ, ഇപ്പോൾ ആവശ്യപ്പെട്ട ട്രാൻസാക്ഷൻ വെയിറ്റ് ചെയ്യേണ്ടതാണ് അൺലോക്ക് ചെയ്യുന്നത് വരെ. അതുപോലെ നോൺ കോൺഫ്ലിക്റ്റിംഗ് ലോക്ക്, അതായത് ഷെയർഡ് ആയിട്ടുള്ള ലോക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഏത് ട്രാൻസാക്ഷൻ, ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷന് ലോക്ക് ഷെയർ ചെയ്ത് പെർഫോം ചെയ്യുന്നതാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, ഇനി ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് അല്ലെങ്കിൽ അബോർട്ട് ആവുന്ന കേസ്, ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് ഓർ അബോർട്ട് ആവുന്ന കേസിൽ സെർവർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ലോക്സിനെ അൺലോക്ക് ചെയ്യും. ഇനി ലോക്സ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ലോക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവറിനകത്ത് സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെയാണ് ലോക്ക് മാനേജർ എന്ന് പറയുന്നത്. ലോക്ക് മാനേജറിന് കയ്യിലാണ് എല്ലാ സെറ്റ് ഓഫ് ലോക്സും ഉണ്ടാവുന്നത്. അതായത് ഡിഫറെൻറ്റ് ലോക്കിൻ്റെ സിങ്ക്രണൈസേഷൻ എല്ലാം ചെയ്യുന്നത് ലോക്ക് മാനേജറാണ്. അക്വയറിങ്ങും റിലീസിങ്ങും എല്ലാം ഇൻ്റർഫിയറൻസ് ഒന്നും വരാതെ തന്നെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കറക്റ്റായിട്ട് അക്വയറിങ് റിലീസിങ് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ലോക്ക് മാനേജറാണ്. ഓക്കെ, ഇനി ഒരു ലോക്കിൽ നടക്കുന്ന രണ്ട് ഓപ്പറേഷൻസ് ആണ്, സെറ്റ് ചെയ്യാനും റിലീസ് ചെയ്യാനും നടക്കുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ സെറ്റ് ലോക്ക് മെത്തേഡും രണ്ടാമത്തത് അൺലോക്ക് മെത്തേഡും. ഇത് വെച്ചിട്ടാണ് ലോക്കിനെ സെറ്റ് ചെയ്യുകയും അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നെസ്റ്റഡ് ട്രാൻസാക്ഷൻ്റെ കേസിലുള്ള ലോക്കിംഗ് നമുക്ക് നോക്കാം. അപ്പം ലോക്കിംഗ് റൂൾസ് ഫോർ നെസ്റ്റഡ് ട്രാൻസാക്ഷൻസ്. അപ്പം നെസ്റ്റഡ് ട്രാൻസാക്ഷനകത്ത് ആക്ച്വലി മെയിനായിട്ട് എയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയലൈസബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ട്രാൻസാക്ഷൻ സീരിയലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് സെറ്റ് ഓഫ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻ, ഓരോ സെറ്റ് ഓഫ് നെസ്റ്റഡ് ട്രാൻസാക്ഷനെ എന്താണ് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ സിംഗിൾ എൻറ്റിറ്റി ആകുമ്പോഴേക്കും ബാക്കിയുള്ളതിൻ്റെ എഫക്റ്റ് ട്രാൻസാക്ഷൻസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതി, പാർഷ്യൽ എഫക്ട്സ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻസിൻ്റെ സെറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും വരുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും നെസ്റ്റഡ് ട്രാൻസാക്ഷനകത്തുള്ള ഓരോ ട്രാൻസാക്ഷനെയും സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് വരാത്ത രീതിയിൽ ഔട്ട്പുട്ട് ചെയ്യുന്ന രീതിയിൽ ആക്കുക. അതാണ് മെയിനായിട്ടും ലോക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിംഗിൾ എൻറ്റിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്, ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരിക. ഇനി ഫസ്റ്റ് റൂൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് ട്രാൻസാക്ഷൻ ഫുള്ളി കമ്മിറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോക്സിനെ എല്ലാം അതിൻ്റെ പേരൻറ്റ് ഇൻഹെറിറ്റ് ചെയ്യും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും ഇൻഹെറിറ്റഡ് ലോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ബൈ ആൻസെസ്റ്റേഴ്സ്. സിമിലർലി ടോപ്പ് ലെവൽ ട്രാൻസാക്ഷൻസിന് ക്യാൻ ഇവൻച്വലി ഇൻഹെറിറ്റ് ഓൾ ദ ലോക്സ്. അതായത് ടോപ്പ് ലെവലുള്ളതിന് അതിൻ്റെ സബ് ട്രാൻസാക്ഷൻസിലുള്ള ലോക്സിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് റൂൾ പറയുന്നത്. സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻറ്റ് ട്രാൻസാക്ഷൻസും ചൈൽഡ് ട്രാൻസാക്ഷൻസും കൺകറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ സബ് ട്രാൻസാക്ഷൻസ് അറ്റ് ദ സെയിം ലെവൽ ക്യാൻ വർക്ക് കൺകറൻ്റ്ലി. ഓക്കെ, അതാണ് സെക്കൻഡ് റൂൾ പറയുന്നത്. ഇനി
എങ്ങനെയാണ് ലോക്ക് അക്വയർ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷനിൽ ഒരു റീഡ് ലോക്ക് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ് ട്രാൻസാക്ഷൻ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനും ആ ഒരു ഒബ്ജക്റ്റിന് റൈറ്റ് ലോക്ക് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ റൈറ്റ് ലോക്ക് ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി ഒരു സബ് ട്രാൻസാക്ഷന് റൈറ്റ് ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനും റീഡ് ഓർ റൈറ്റ് ലോക്ക് ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ഇപ്പം കറൻ്റ്ലി ഇല്ല എന്ന് ചെക്ക് ചെയ്യണം. ഇനി ഒരു സബ് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോക്സ് എല്ലാം പേരൻറ്റ് ഇൻഹെറിറ്റ് ചെയ്യും. പക്ഷേ ഒരു സബ് ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സ് എല്ലാം ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ഇനി ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ കേസ് പറയുകയാണ്, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ടേംസാണ് പാർട്ടിസിപ്പൻസ് എന്നുള്ളത്. അപ്പോൾ പാർട്ടിസിപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനകത്ത് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സെർവേഴ്സാണ് ആക്ച്വലി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെർവറും, അതായത് ഒരു ക്ലയൻറ്റ് സെർവറിന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഉണ്ടാകാവുന്ന ആ പെർട്ടിക്കുലർ റിക്വസ്റ്റിനകത്ത് വരുന്ന ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ട്രാക്ക് ചെയ്യേണ്ടത് ആക്ച്വലി അത് സെർവറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അങ്ങനെ പാർട്ടിസിപ്പേറ്റ്, ആ ഒരു ട്രാൻസാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ആക്ച്വലി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം ആ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷനകത്ത് നടക്കുന്ന പ്രോട്ടോക്കോളാണ് 2 phase കമ്മിറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ക്യാൻ കമ്മിറ്റ്, അപ്പം കോർഡിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ആരാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അയാളെയാണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ക്യാൻ കമ്മിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്ററാണ് ആക്ച്വലി പാർട്ടിസിപ്പൻസിന് കമ്മിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓപ്പറേഷനാണ് ക്യാൻ കമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യെസ് ഓർ നോ റിപ്ലൈ വരും പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിൽ നിന്ന്. സിമിലർലി ഡു കമ്മിറ്റ്, എല്ലാം കമ്മിറ്റ് ചെയ്യുക എന്ന് കോർഡിനേറ്റർ പറയുന്ന മെസ്സേജാണ്. അതുപോലെ ഡു അബൌട്ട് ആണെങ്കിൽ ഡു അബൌട്ട്. ദെൻ ഹാവ് കമ്മിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻറ്റ് തിരിച്ച് കോർഡിനേറ്ററിന് കൊടുക്കുന്ന മെസ്സേജാണ്. ഇറ്റ്സ് എ കൺഫർമേഷൻ മെസ്സേജ്, കമ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. അതുപോലെ ഗെറ്റ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മുടെ സെർവർ എന്തെങ്കിലും ക്രാഷോ അല്ലെങ്കിൽ ഡിലേഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോൾ ഫ്രം ദ പാർട്ടിസിപ്പൻറ്റ് ടു ദ കോർഡിനേറ്റർ. എന്ത് ഡിസിഷനാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൊടുക്കേണ്ട ഫങ്ഷനാണ് ഗെറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് 2 phase കമ്മിറ്റ് പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്. 2 phase കമ്മിറ്റ് പ്രോട്ടോക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻ വർക്ക് ചെയ്യുന്ന മെത്തേഡാണ് 2 phase കമ്മിറ്റ് പ്രോട്ടോക്കോൾ. അതിനകത്ത് 2 phases ആണ് ഉള്ളത്, വോട്ടിംഗ് ഫേസ് ആൻഡ് കംപ്ലീഷൻ ഫേസ്. ഓക്കെ, ഇനി നമുക്ക് ആ പ്രോട്ടോക്കോൾ എന്തെന്നുള്ളത് നോക്കാം. 2 phase കമ്മിറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റർ ഒരു ക്യാൻ കമ്മിറ്റ്. അപ്പം ആക്ച്വലി ഈ 2 phase കമ്മിറ്റ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവേഴ്സ്, അതായത് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് ക്ലയൻറ്റ് എല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത ഡേറ്റയെ കമ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാവരെയും അറിയിക്കുക, എല്ലാ പാർട്ടിസിപ്പൻസിനെയും അറിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് 2 phase കമ്മിറ്റ് പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ഫേസ് എന്നാണ് പറയുന്നത്. വോട്ടിംഗ് ഫേസിനകത്ത് കോർഡിനേറ്റർ ആദ്യം ഒരു ക്യാൻ കമ്മിറ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് കൊടുക്കും. അപ്പം പാർട്ടിസിപ്പൻസ്, ഇത് റിസീവ് ചെയ്ത പാർട്ടിസിപ്പൻസ്, അതായത് നമ്മുടെ സെർവേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വോട്ട് യെസ് ഓ നോ. യെസ് ആണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഡേറ്റ ഒബ്ജക്റ്റിനെ സേവ് ചെയ്യും, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പാർട്ടിസിപ്പൻറ്റ് അബോട്ട് ആവും ഇമ്മീഡിയറ്റ്ലി. നോയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ. അതാണ് ഫസ്റ്റ് ഫേസ്, വോട്ടിംഗ് ഫേസ്. സെക്കൻഡ് ഫേസിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റർ ഈ കളക്ട് ചെയ്യും, വോട്ട്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യും എല്ലാവരും യെസ് ആണോ കൊടുത്തേക്കുന്നതെന്ന്. യെസ് ആണെന്നുണ്ടെങ്കിൽ ഡു കമ്മിറ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് കൊടുക്കും പാർട്ടിസിപ്പൻസിന്.
അതർവൈസ് ദ കോർഡിനേറ്റർ ഡിസൈഡഡ് ടു അബോട്ട് ദ ട്രാൻസാക്ഷൻ, ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അബോട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഡു അബോട്ട് എന്ന് പറയുന്ന റിക്വസ്റ്റ് കൊടുക്കും. എല്ലാ എസ് വോട്ട് ചെയ്തവർക്കും ഡു അബോട്ട്, എല്ലാ എസ് വോട്ട് ചെയ്ത പാർട്ടിസിപ്പൻസും ഡു അബോട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ പാസ് ചെയ്യും, മെസ്സേജ് പാസ് ചെയ്യും. ഓക്കെ, പാർട്ടിസിപ്പൻസ് ഇനി യെസ് വോട്ട് ചെയ്ത് ഡു കമ്മിറ്റ് ഓർ ഡു അബോട്ട് റിക്വസ്റ്റ് റിസീവ് ചെയ്ത പാർട്ടിസിപ്പൻസ് ലാസ്റ്റ് ഒരു സപ്പോസ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാവ് കമ്മിറ്റഡ് എന്നുള്ള കൺഫർമേഷൻ മെയിൽ കോർഡിനേറ്ററിന് അയച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് ആ രണ്ട് ഫേസിലും നടക്കുന്ന ഓപ്പറേഷൻ ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അവിടെ ക്ലയൻറ്റ് ആക്ച്വലി റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ സെർവറിൽ നിന്ന് ഡേറ്റ എടുത്താണ് കൊടുക്കുന്നത്. അപ്പം അവിടെ നടക്കുന്ന ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം വരുന്ന ഡേറ്റ, ആ ഡേറ്റ പെർമനൻ്റ് സ്റ്റോർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ആക്ച്വലി ടു ഫേസ് കമ്മിറ്റ് പ്രോട്ടോക്കോൾ. ഓക്കെ, സോ രണ്ട് ക്ലാസ്സസും കൂടെ പറയുന്നു. ലോഗ് മാനേജർ ക്ലാസ് ലോഗ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ലോക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സെറ്റ് ലോക്ക് ഫങ്ഷനും അൺലോക്ക് ഫങ്ഷനും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോക്ക് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. റിലീസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ലോക്ക് ക്ലാസ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോക്ക്. താങ്ക് യു.